ഇതില് ഷൈയാണെന്ന് രണ്ടുപേരും ഷൈയാണെന്ന് മനസ്സിലായി. ഇതിൽ ആരാ ഏറ്റവും കൂടുതൽ ഷൈ ആണോ? ഇങ്ങനെ ഏറ്റവും കൂടുതൽ ഷൈ ചെയ്യുമ്പോ എന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നും പറയാനില്ല. ഒന്നും പറയുന്നില്ല. ഷൈ ആകുമ്പോഴാ ഒന്നും ഉണ്ടാത്ത അല്ലേ ഞാൻ പറഞ്ഞോളൂ എന്നുള്ള ഇതില് ആണോ? എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോ? ഇപ്പോഴോ ഇപ്പൊ പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും നിനക്ക് പറയാനുണ്ടെങ്കിൽ അതും പറയില്ല. ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും എന്റെ അടുത്ത് പറയുന്നത്, എടാ നീ എന്തിനാ അങ്ങനെ പറയാൻ, നീ എന്തിനാ ഇങ്ങനെ പറയാൻ. ആണോ? ആ സമയത്ത് ഒന്നും പറയാം അങ്ങനെയൊന്നുമില്ല. രണ്ടാവും പാവം. ഇടി ഉറപ്പാ. ഇടി ഉറപ്പാ. ഇടിക്കോ? പിന്നെ ചെറുതായിട്ട് ഞാനല്ല തമ്മി ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല. എന്താ അവൻ ഒറ്റയ്ക്ക് അങ്ങനെയൊന്നും ചെയ്യാറില്ല? ഇവൻ ഇപ്പൊ രാവിലെ കൂടെ ഇടിച്ചിട്ടാണ് ഇടിക്കാറില്ല. ഇല്ല, ചുമ്മാ കള്ളത്തരം പറയുന്നു. ആരായാലും കള്ളത്തരം പറയുന്നിട്ട് ഞാനെങ്കിലും മനസ്സിലാക്കി. ഞങ്ങൾ രണ്ടുപേരും പാവങ്ങളാണ്. ആണോ? കണ്ടോ, അവൻ ലാസ്റ്റ് അങ്ങനെ വെച്ചു രണ്ടുപേരും പാവങ്ങളാണ്. സൈക്കിൾ ഓടിച്ച് വീഴാൻ പോയി അങ്ങനെ ഒരു കഥയുണ്ടോ? എന്തായിരുന്നു ആ കഥ? അതിപ്പം പറയട്ടെ, ഞാനിങ്ങനെ പറഞ്ഞ് എല്ലാവരാ പറയുന്നത്. സമയമായിരുന്നു. അപ്പൊ വെളിയിൽ ആരും ഇല്ല. ഞങ്ങൾ ആ സമയം എപ്പോഴും സൈക്കിൾ ഓടിക്കും. രാവിലെ എഴുന്നേറ്റ് സൈക്കിൾ ഓടിക്കും, പിന്നെ വൈകുന്നേരം ആകുമ്പോൾ സൈക്കിൾ ഓടിക്കും. ഇവിടെ ആ വണ്ടിയൊന്നും ഇല്ല. അപ്പൊ വിശ്വസിച്ച് ഓടിക്കാം. ഇങ്ങനെ പോകും. ഒരു ദിവസം ഞങ്ങൾ പറഞ്ഞ് ആ ഇറക്കം അങ്ങ് ഇറങ്ങാന്ന്. ഇറക്കം ഇവന്റെ സൈക്കിളിന് ബ്രേക്ക് ഇല്ല. അപ്പൊ സാധാരണ ഇറക്കം ഇറങ്ങുമ്പോൾ ഞാനാ ഫ്രണ്ടിൽ പോകുന്നത്, ഇവൻ ഫ്രണ്ടിൽ പോകാറില്ല. അല്ലല്ല, ഇവനാ ഫ്രണ്ടിൽ പോകുന്നത്, ഞാൻ ഫ്രണ്ടിൽ പോകാറില്ല. ഇവന് ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ട്. എന്റെ ബ്രേക്ക് തേഞ്ഞു പോയി. എന്തോ ഒരു ഭാഗ്യക്കേടിന് ഞാൻ ആ തവണ ഫ്രണ്ടിൽ കയറി സൈക്കിൾ ഓടിക്കും. ഇവൻ ബാക്കില്ല. ഇവന്റെ ബ്രേക്ക് ആണെങ്കിൽ ഇവൻ ബ്രേക്ക് നിർത്തുന്നത് ഇത് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലും വെച്ച് വീലെ ചവിട്ടി പിടിക്കും. അപ്പോൾ നിൽക്കും. ഇതെന്തോ ഒരു പ്രശ്നത്തിന് വണ്ടിക്ക് ഭയങ്കര സ്പീഡ് കൂടി. എന്നോട് പറയാടാ രക്ഷിക്കടാ എന്ന് പറയുന്നുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ സൈക്കിൾ മാറ്റി വെച്ച് ഇവൻ ആ വഴി അങ്ങ് പോയി. ആ വഴി ഇങ്ങനെ പോയി. പിന്നെ ഇവനെ പിടിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ആകെ കൺട്രോൾ ഹാൻഡിൽ മാത്രമുള്ള കൺട്രോൾ ഉള്ളതുകൊണ്ട് അവൻ നേരെ തിരിച്ചിങ്ങനെ ഓടിച്ചു. പിന്നെ നല്ല സ്പീഡായിട്ട് അവിടെ ഒരു പാറക്കല്ലുണ്ടായിരുന്നു, അത് ഇടിച്ച് ഇങ്ങനെ പറന്നുപോയി. പറന്നല്ല, ഇങ്ങനെ കറങ്ങിപ്പോയി. ഞാൻ സൈക്കിളിന്റെ എഴുന്നേറ്റ് അമ്മയുടെ അടുത്തൊന്നും പറയില്ല. അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ അതിന്റെ ഡബിൾ കിട്ടും. അതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അമ്മയുടെ അടുത്ത് പറയാറില്ല. പഠിച്ചു പിടിച്ചിരിക്കും. ഞാൻ നേരെ സൈക്കിള് ചവിട്ടിയില്ല, പതിയെ കയറ്റി ഇവിടെ ഇറക്കത്ത് കൊണ്ട് വെച്ചിട്ട് ഞാൻ അപ്പൻ്റെ അടുത്ത് പറഞ്ഞപ്പാ ഇനി ഞാൻ സൈക്കിൾ ഓടിക്കുന്നില്ല. അതല്ല ഇത് കണ്ടോ, കയ്യും കാലും മൊത്തം ചോരയായിരുന്നു. അപ്പൊ ഞാൻ കരയില്ല. മറ്റേ ബെറ്റാനോ ആ സാധനം എന്താണ് വെച്ച് കഴിയുമ്പോ ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ മൂന്നി പഠിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ നീ അമ്മേനോട് പറയണ്ടെന്ന് വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അരട്ടികള കഥയുണ്ട്. അതെന്താ? അത് ഇവിടെ പണ്ടൊരു അവക്കാടോടെ മരം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ചെറിയ ഇതൊക്കെ കാണിക്കാൻ വേണ്ടി ഞാൻ അതിന്റെ മണ്ട കയറിയിട്ട് ചെറിയൊരു തണ്ടുണ്ടായിരുന്നു, ചെറുത്, ഇത്ര നീളമുള്ള. അപ്പൊ അത് പാതി ഒടിച്ചിട്ടിട്ട് ഞാൻ പോയി. അപ്പൊ കാണാൻ ഭയങ്കര വൃത്തിയാടാ. അത് മാത്രം ഇങ്ങനെ പാതി ഒടിഞ്ഞ് ഞാൻ ഇങ്ങനെ നടന്നു. അപ്പൊ അതോടിയല്ല. അപ്പൊ അപ്പം പറഞ്ഞ് എടാ അവനിട്ടുള്ള പണിയൊക്കെ പിന്നെ കൊടുക്കാം, നീ ഒന്ന് മേളിൽ കയറി ഒന്ന് പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം മേളിൽ കയറി ഒരു തണ്ട കൈ പിടിച്ച് ഇത് പറിക്കാൻ വേണ്ടി ബലം കൊടുക്കണമല്ലോ. ഇതിങ്ങനെ വലിച്ചിട്ട് കിട്ടുന്നില്ല. എന്തോ മണ്ടത്തരത്തിന് ഇവൻ രണ്ട് കൈയും കൊണ്ട് വലിച്ച് ഇത് പൊട്ടി. പക്ഷെ ഇവനും കൂടെ അതിൻ്റെ ഇടയിൽ വീണു, താഴെ വീണ് ഇവിടെ തലയൊക്കെ എന്തോ പൊട്ടി. അവിടെ ഒന്നും ഇല്ല. ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കും. ശരിയാക്കിയ പറയുന്നത്. ഇവിടൊക്കെ പോയി അമ്മയുടെ അടുത്തൊന്നും പറഞ്ഞില്ല. അപ്പോഴും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അറിഞ്ഞില്ലായിരുന്നോ? ചേച്ചി പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും കിട്ടിയോ? വഴക്ക് പറഞ്ഞു. അപ്പൊ തന്നെ പോയി പറഞ്ഞിരുന്നു അമ്മ എന്തെങ്കിലും ചെയ്തായിരുന്നു. അപ്പം തന്നെ ഒന്ന് കിട്ടിയേനല്ലേ? അപ്പം അപ്പ ഇല്ലായിരുന്നോ കൂടെ? അപ്പ ജാമ്യം ഒന്നുമില്ലേ രണ്ടാക്കും വേണ്ടിട്ട്? അപ്പൊ ഞങ്ങളൊന്നും പറയത്തില്ല. കൂട്ടുകെട്ടുള്ളൂ. ഇതില് ആരോ നീ മണ്ടനോ അങ്ങനെ ആരോ ഒരാളെ വിളിക്കട്ടോ? എല്ലാ പ്രാവശ്യം മണ്ടനാന്ന് ഞാൻ. ഇവരെന്നെ എപ്പോഴും അങ്ങനെ പറയുന്നത്. അല്ലേ ഏതാ എനിക്ക് അറിയില്ല. മണ്ടൻ ഞാൻ തന്നെ ആയിരിക്കുമല്ലോ. അതാണ്. അതെന്താ നീ മണ്ടനെന്ന് പറയാൻ കാരണം? അപ്പം കുറെ പൊട്ടത്തരങ്ങളൊക്കെ കാണിക്കുക. അത് ചില നിഷ്കളങ്കന്മാരായിട്ടുള്ള മണ്ടന്മാരില്ലേ, അതുപോലെ അത് അവസ്ഥ ഉണ്ടായി. ഇപ്പൊ ഈ മരത്തിൽ നിന്ന് വീണ അത് മണ്ടത്തരം. അതവൻ അറിയില്ലായിരുന്നല്ലോ അത് പൊട്ടി കിടക്കിയിരുന്നു. ഞാൻ ഇപ്പൊ ചേച്ചിമാര് പണ്ട് വീട്ടിലുണ്ടായിരുന്നപ്പോ ഞാൻ ചേച്ചിമാരെ തലക്കിട്ട് വല്ലതും അടിച്ചിട്ട് ഞാൻ ഓടും. എന്നിട്ട് ഞാൻ പറയും ഇവനാണ്. ഇവനെ തന്നെ അങ്ങ് വഴക്കും പറയും, തല്ലുകയും ചെയ്യും. പക്ഷെ ഇവൻ പറയില്ലേ? ഇവൻ പറയും, പക്ഷെ ഇവൻ പൊട്ടനെ പോലെ അങ്ങനെ അങ്ങ് ഇരിക്കും. പിന്നെ വാതിലൊക്കെ അടച്ചിടുമ്പോ ഈ കർട്ടൻ ഇട്ടിരിക്കുന്നോണ്ട് കാണത്തില്ല.
അപ്പൊ അമ്മ പ്രത്യേകിച്ച് പറയും ഓടരുത്, അടച്ചിട്ടേക്കും. ആ ശരിയെന്നും പറഞ്ഞ് ആ വഴി അങ്ങ് നേരെ പോയി തലയിടിച്ചിട്ട് വരും. അറിയാതെ പറ്റുന്നതല്ലേ, നിനക്കും പറ്റിയിട്ടിരിക്കില്ലേ? ഇത്രയും പറ്റിയിട്ടില്ല. നിങ്ങൾ തന്നെ ഒരു കൺക്ലൂഷൻ ആരാണ് ഏറ്റവും കൂടുതൽ പറ്റും? ആണോ? ഓക്കെ, തർക്കിച്ചിട്ട് കാര്യമില്ല.